ചില ആലോചനകളാണ് പ്രധാനമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കറക്റ്റിനെ സംബന്ധിച്ച് നമ്മളൊരു റേസിസത്തിന്റെ ഒരു കോൺടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഒരു ആഗോള ചരിത്രങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ കറക്റ്റ് വളരെ വ്യക്തമാണ് അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. എന്നാൽ നമ്മുടെ സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ സാഹചര്യത്തിലേക്കും അല്ലെങ്കിൽ കേരളത്തിലൊരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റുമ്പോൾ അതിനൊരു ജാതികൾ നൽകാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഒരു മോഡറേറ്റർ എന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം കറുത്ത നിറത്തിന്റെ ഒരു പശ്ചാത്തലം അതിൻ്റെ ഒരു മോഡലിൽ തന്നെ നമ്മൾ ജാതിയെ നമുക്ക് അഡ്രസ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം ആണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പം അതിൽ ആദ്യമായ ഒരു ചോദ്യം എന്ന നിലയിൽ കെ മാസ്റ്ററോട് ചോദ്യം ആഗ്രഹിക്കുന്നു. തിരിച്ച് നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ വളരെ സജീവമായി ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക നിരീക്ഷണങ്ങളും സാഹിത്യ വിശകലനങ്ങളും ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത്. ഒരു അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് സെൻസോ അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രപരമായ നിരീക്ഷണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഈ ഒരു മാതൃക അതായത് ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കറുപ്പ് എന്നുള്ളതിന് പകരമായി നമ്മൾ ജാതിയെ മുൻനിർത്തിക്കൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ അതിന് ചില പരിമിതികളോട് ആൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലാസ് റിഡക്ഷനിസം അല്ലെങ്കിൽ ഒരു വർഗ ന്യൂനീകരണ സ്വഭാവമൊക്കെയുള്ള ഒരു സിദ്ധാന്തമാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം സാധ്യമല്ല എന്ന നിരീക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. പിൽക്കാലം ആദ്യകാലം നിരീക്ഷണങ്ങൾ പിൽക്കാലത്ത് വരുമ്പോൾ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തെ പല രീതിയിൽ വികസിപ്പിച്ച നിരവധി സൈദ്ധാന്തിക സംഭവങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ കോൺടെക്സ്റ്റിലല്ല ആഗോളതലത്തിലാണ്. അപ്പം അതിലേക്ക് വിളിച്ചിട്ടില്ല ഈ ഒരു കറുപ്പ് അല്ലെങ്കിൽ ഒരു ദളിത് എന്ന് പറയുന്ന സംജ്ഞയെ അഡ്രസ് ചെയ്യുന്നതിൽ ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തം എത്രമാത്രം സഹായകരമാണ് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ സാമൂഹിക ശാസ്ത്രത്തിന്റെ കോൺടെക്സ്റ്റിലോ സാഹിത്യത്തിന്റെയോ സൗന്ദര്യശാസ്ത്രത്തിന്റെയോ പശ്ചാത്തലത്തിലോ ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തം എത്രത്തോളം സഹായകരമാകും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വിമർശനങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് കറുപ്പിനെയും ദളിത് അനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിയുന്നതിനോട് സഹായകരമാണോ എന്നുള്ളൊരു ചോദ്യം. വേദിയിലുള്ള സുഹൃത്തുക്കൾ, ഞാൻ ഇന്നലെ ഏറെക്കുറെ ഒരുപാട് സമയം ചെലവഴിച്ചത് എൻ്റെ തന്നെയുള്ള പുസ്തകം തിരഞ്ഞു കണ്ടുപിടിക്കാനാണ്. സാധാരണ തിരച്ചിലെല്ലാം പരാജയപ്പെടാൻ തുടങ്ങി. പക്ഷേ എന്തുകൊണ്ട് അറിയുന്ന ആ പുസ്തകം കിട്ടി. ആ പുസ്തകം 1999 ചിന്ത പ്രസിദ്ധീകരിച്ച കറുപ്പിന്റെ സൗന്ദര്യശാസ്ത്രം എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന് അടിസ്ഥാനമായ ആലോചന അന്വേഷണം നടത്തുന്നത് ഏത് കൊല്ലമാണ് എന്ന് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് 1992 ചിന്താ ജനങ്ങളെ പഠിപ്പിലാണ് ചൊല്ലിയ പതികൾ എന്ന പേരിൽ പ്രധാനമായിട്ടും കാക്കോടുത്ത് കൊപ്പാകുമോ എന്ന ചോദ്യത്തെക്കുറിച്ചുള്ള ഒരു സാംസ്കാരിക വിശകലനം. ഞാൻ ആവർത്തിക്കുന്ന 1992 ചിന്താ ജനങ്ങളെ പതിപ്പിൽ അത് അച്ചടിച്ച് വരുന്നത്. എന്നാൽ അച്ചടിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഈ ആശയങ്ങൾ കേരളത്തിൻ്റെ തെരുവുകളിൽ അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക വേദികളിലൊക്കെ അവതരിപ്പിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതായത് കറുപ്പ് ഒരു നിറമില്ലാതിനാണ്, ഒപ്പം ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ്. അതേസമയം തന്നെ ഇത്തരമുള്ള ആലോചനയിലേക്ക് ഒരു ഇടപെട്ട സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ കടന്നു വരാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങളാണ്. അതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമുക്കെല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാണ്. നമ്മൾ എങ്ങനെ തലകുത്തി നിന്നാലും ഇന്നും
നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ നിർവഹിക്കുന്നത് ഒക്കെ മറ്റു പലതിനൊപ്പം നിറം കൂടിയാണ്. നിറം മാത്രമല്ല, അത് വംശീയമായ അന്തർഭൂതികളുള്ളതാണ്. നമ്മുടെ പ്രാചീന കൃതികളിലും ആധുനിക പരസ്യങ്ങളിലുമൊക്കെ നിറം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിനുള്ള മൗലികമായ ഒരു പ്രശ്നമായി ഞാൻ മനസ്സിലാക്കിയത്, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകളോട് സംസാരിച്ചതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ നിറം ഉള്ളവർക്കാണ്, ഈ നിറത്തിൻ്റെ പേരിൽ അപഹസിക്കപ്പെട്ടവർക്കാണ്, അകറ്റി നിർത്തപ്പെട്ടവർക്കാണ് ഇതിൻ്റെ വേദനകൾ, വ്യതകൾ കൃത്യമായിട്ടും മനസ്സിലാവും. മറ്റുള്ളവർ പുറത്തു നിന്നുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ ഏറ്റവും വലിയൊരു പരീക്ഷണം നടത്തിയത് ജോൺ ഹോവാർഡ് ഗിൽഫിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനാണ്. അദ്ദേഹം നിങ്ങളെപ്പോലെ എന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ കറുപ്പിട്ടാണ്. അതുകൊണ്ട് എനിക്കത് കൃത്യം മനസ്സിലാവും. കറുപ്പിൻ്റെ നമുക്കറിയാം വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം കറുപ്പിനെതിരെ അകറ്റി നിർത്തപ്പെടുന്നവരോട് തീവ്ര ആഭിമുഖ്യമുള്ളവരായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര വലിയ പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ടാക്കിയില്ല. അതാണ് ഞാൻ അടിപൊളിയുന്നത്. എന്നാൽ അദ്ദേഹം 6-7 മാസത്തെ വൈദ്യപരിചരണത്തിലൂടെ, നമ്മളിവിടെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂരിൽ 125 ദിവസം ശരീരത്തിൽ കറുപ്പ് ധരിച്ചിട്ട് ഒരു പ്രതിരോധം നടത്തുന്നില്ല. അത് 126 ദിവസം കുളിച്ചാൽ പോകുന്ന കറുപ്പാണ്. എന്നാൽ ജോൺ ഹോവാർഡ് ഗിൽഫിൻ എന്ന് പറയുന്ന കക്ഷി അങ്ങനെയല്ല. അദ്ദേഹം ഡെർമറ്റോളജിസ്റ്റിന്റെ ചർമ്മ ചികിത്സ നടത്തി 5-6 മാസത്തെ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ശരിക്കുമുള്ള ഒരു കറുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ശ്രദ്ധേയമാണ്, എന്നെപ്പോലെ കറുത്തിട്ട്, ബ്ലാക്ക് ലൈക്ക് മീ. അപ്പോൾ ഇന്ന് അദ്ദേഹം പറയുന്നത് 60കളിലാണ്, ഏകദേശം 65 കൊല്ലം കഴിഞ്ഞു. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് അദ്ദേഹം താമസിച്ച സ്ഥലത്ത് അദ്ദേഹത്തിന് തുടരാൻ കഴിയാതെ വരികയും അദ്ദേഹം കറുത്തവരോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച സമയത്ത് ഉള്ളതും അദ്ദേഹം ഈ രീതിയിൽ സ്വയം മാറി നടത്തിയ ഇടപെടലുകൾ തമ്മിലുള്ള അന്തരം അദ്ദേഹത്തിന് വളരെ കൃത്യം ബോധ്യമായി. ആദ്യത്തേതൊരു ഐക്യപ്രഖ്യാപനമായിരുന്നു, രണ്ടാമത് അങ്ങനെ ആയിരുന്നില്ല. താമസിച്ച വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു, ആ സ്ഥലത്തുനിന്ന് പുറത്തു പോകേണ്ടി വന്നു. അദ്ദേഹം ഇപ്പോഴത്തെ പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു 130 പേജുള്ള ചെറിയ പുസ്തകത്തിൽ ഒരു ഡയറി പോലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, സന്ദർശിച്ച സ്ഥലങ്ങൾ, ഇതൊക്കെ വെച്ച് അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, മോഡറേറ്റർ ചൂണ്ടിക്കാണിച്ച പോലെ ഈ നിറത്തിൻ്റെ പ്രശ്നമാണ്, നിലപാടിൻ്റെ പ്രശ്നമാണ്, വംശീയതയുടെ പ്രശ്നമാണ്, ജാതി മേൽക്കോയ്മയുടെ പ്രശ്നമാണ്, ഒരു ജനസമൂഹത്തെ വേട്ടയാടുന്ന ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട, ജീവിതത്തിൻ്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട എല്ലാ മനുഷ്യരെയും ഐക്യപ്പെടുത്തുന്ന ഒരാശയ സമുച്ചയം എന്ന അർത്ഥത്തിലാണ്, ഹെജിമണി എന്ന അർത്ഥത്തിലാണ് ആശയാധികാര വ്യവസ്ഥ. ഡോക്ടർ പി കെ പോക്കർ ഹെജിമണി എന്നുള്ളതിന് നൽകിയ പരിഭാഷയാണ് ഞാൻ സ്വീകരിക്കുന്നത്, ആശയാധികാര വ്യവസ്ഥ. ഈ ആശയാധികാര വ്യവസ്ഥയില് ഒരു ഐക്യമാണ്, ഒരു പ്രതിനിധിയാണ്, ഒരു പ്രതീകമാണ് കറുപ്പ്. ഈ കറുപ്പുകളെ സംബന്ധിച്ച് ഒരു അളവുണ്ട്, പ്രത്യേകിച്ച് ജാതിയെ മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും താരതമ്യം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അമ്പലത്തിലെല്ലാം പലപ്പോഴും ഈ ഐക്യം, അനാചാരം തുടങ്ങിയ സാമൂഹിക പ്രവർത്തനത്തെയും ഈ സ്ലേവറി അല്ലെങ്കിൽ അവിടെ റേസിസ്റ്റ് പദ്ധതികളെ തമ്മിലുള്ള താരതമ്യം നടത്തുന്നു. അമ്പലത്തിൽ അതിന് മുമ്പ് നടന്നിട്ടുള്ള പല ബ്രിട്ടീഷ് സ്കോളേഴ്സിന്റെ പഠനങ്ങളും അല്ലെങ്കിൽ മിഷണറിമാരുടെ റൈറ്റിംഗ്സുകളോ ഒരു കമ്പാരിസൺ കാണാൻ സാധിക്കും. അപ്പൊ അവരെ ഒന്നാമതൊരു വീടാക്കുന്നതിൽ പഠനമാണ്, ഒരു റേസിസം ഒന്നുമല്ല ഈ ജാതി വ്യവസ്ഥയുടെ മുമ്പിൽ എന്നൊരു നിരീക്ഷണം. ഒന്നാണ് ആളുകൾ, ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ പിൽക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ ശക്തമായ സാഹചര്യങ്ങളിൽ അന്തർക്ക് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് സൂചിപ്പിക്കുന്നു. ലോകത്തിൽ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിലാണ് ഞാൻ ഈ
തൊട്ട് മുമ്പ് വരുന്ന സമയങ്ങളിൽ കേന്ദ്രത്തിലൂടെ വലിയ പ്രബന്ധാവതരണങ്ങളാണ്. അപ്പോൾ അതിൽ ലോകമെമ്പാടുമുള്ള പല പണ്ഡിതന്മാരും പേപ്പറുകൾ നോക്കി ക്യൂബയുടെ ചരിത്രവും ആഫ്രിക്കയിലുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യയിലൊക്കെ വരുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ആഫ്രിക്കൻ ചില ആളുകൾ പറയുന്നത് ക്യൂബൻ നീഗ്രോ സ്ലേവറുണ്ട്. നീഗ്രോ സ്ലേവറുടെ ഭീകരമായ അവസരമാണ് തിരുവാതിലൂടെ ഉദയ ജീവിക്കുന്നത് എന്നൊരു നിരീക്ഷണം മുമ്പോട്ട്. അപ്പോൾ അവർ അതുപോലെ ഒരിക്കലും അളക്കാൻ സാധിക്കാത്ത സാമൂഹ്യമാണ് ജാതി എന്നുള്ളത്. എന്നാൽ ശിലാഭാഷയോടുള്ളൊരു ചോദ്യം പ്രധാനമാണ്. നമ്മളൊരു ചരിത്രകാരൻ എന്ന നിലയിൽ നമ്മൾ ഇന്ത്യ ചരിത്രകാരനോട് പരിശോധിക്കുന്നു. ഇന്ത്യ ചരിത്രത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു രചനാ പദ്ധതിയാണ് 1980 വരുന്ന സഭാ സ്റ്റഡീസിലാണ്. അപ്പോൾ അവർ പ്രധാനമായിട്ടും മാർക്സിസ്റ്റ് സിദ്ധാന്തം പോകുന്നതിലൂടെ തന്നെയാണ് ഇന്ത്യ ചരിത്രത്തെ സമീപിക്കുന്നത്. അതിലൊരു ചെറിയ വ്യത്യാസം പറഞ്ഞത് അന്റോണിയോ ഗ്രാംഷി എന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറുടെ സിദ്ധാന്തങ്ങളെ മുൻനിർത്തുന്നുണ്ടാകും ഇന്ത്യ ചരിത്രത്തെ വിശകലനം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് നിരവധി വർഷങ്ങൾ നേരിട്ടൊരു രചനാപദ്ധതി തന്നെയായിരുന്നു. അതൊരു രീതിയാണ്. അതായത് മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിന് അപ്പുറമായുള്ള ഗ്രാംഷി ഉപയോഗിച്ച് ഇന്ത്യയെ നിരീക്ഷിക്കാനുള്ള ശ്രമം. അതിൻ്റെ ഒരു പോരായ്മ എനിക്കുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്രാംഷിയൻ മോഡൽ ഉപയോഗിച്ച് നമ്മൾ ഇന്ത്യയുടെ കാസ്റ്റ് അല്ലെങ്കിൽ ഇത്തരം സാമൂഹ്യ അനുഭവങ്ങളെ പഠിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിനൊക്കെ കവർ ചെയ്യുന്നതോ സമാജശീലം ഉൾപ്പെടെയുള്ള അവർക്ക് ചില വിമർശനങ്ങൾ മുൻപോട്ട് ഒരു പ്രധാന പഠനം കേരളത്തിൽ നിന്ന് വന്ന പ്രൊഫസർ സാൽമോഹന്റെ മോഡൽ ഓഫ് സ്ലേവറി എന്ന് പറഞ്ഞ പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിന് വലിയ ദീർഘകാലം ആത്മീയമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ മോഡൽ ഓഫ് സ്ലേവറി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം നൽകുന്നുണ്ട്. ഈ ഒരു രചനാ പദ്ധതികൾക്ക് അല്ലെങ്കിൽ കാപ്പ് അല്ലെങ്കിൽ ദളിത്, ഇവിടെ ഞാൻ പ്രധാനമായിട്ടും കാപ്പ് എന്നുള്ളൊരു വാക്കിനെ മെറ്റഫോണോളജി ചെയ്യുന്നത് ദളിത്, ആദിവാസി, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് സെക്ഷൻ അല്ലെങ്കിൽ ഐഡി ഇങ്ങനത്തെ ഒരു ടീമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ചോദ്യമാണ് ഈ സാൽമോഹന്റെ വാക്ക് പ്രധാനമായിട്ടും ഒരു കാപ്പ് അല്ലെങ്കിൽ ഈ മാറ്റി നിർത്തപ്പെട്ട മാർജിനലൈസ്ഡ് സെക്ഷനെ സംബന്ധിച്ചുള്ള എന്ത് ആലോചനയാണ് പ്രധാനമായിട്ട് മുൻപോട്ട് വെച്ചത് എന്ന്. രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഗ്രാംഷിയും അങ്ങനെ ഇന്ത്യൻ സാഹിത്യത്തിൽ പ്രസക്തമാണ്. രണ്ട് സാൽമോഹന്റെ മുതൽ ചെയ്തു ഓക്സ്ഫോർഡ് 2009 ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചത്. അതിനു മുമ്പ് ഈ കാലത്ത് നിലനിർത്തി എന്താണ് ഈ നിറം? ഇപ്പം നമ്മൾ മനുഷ്യജീവിതം പരിശോധിച്ചാൽ ഹോമോസാപ്പിയൻസ് ഏതാണ്ട് 2 ലക്ഷം അതിന് മുമ്പേ ഹോമോ സ്പീഷീസ് ഉണ്ട്. 6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല ഹോമോ ഇതിൽ നിന്ന് ഹോമോ സാപ്പിയൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും നവാഗതരായിട്ട് നമുക്ക് ചുറ്റും കാണുന്ന പള്ളിയും എഴുതി പൂച്ചയും നായി പാമ്പുമെല്ലാം നമ്മളെക്കാൾ കോടാനുകോടി വർഷം പഴക്കമുള്ള ജീവികളാണ്. നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും പുതിയ നവാഗതരായിട്ടുള്ള സ്പീഷീസ്. ഈ സ്പീഷീസ് ഏതാണ്ട് 65,000 കൊല്ലം മുമ്പാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ നടക്കുന്നത്. അതായത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് സാധ്യതകൾ അത് ഇന്നത്തെ ഈ കാലാവസ്ഥ രൂപപ്പെട്ടിട്ട് ഹോമോസ്റ്റേജ് ഒരു 10-12,000 കൊല്ലമായിട്ടേയുള്ളൂ. അതിനു മുമ്പ് മഞ്ഞയുഗം, ഇടവേള മഞ്ഞയുഗം, അത് തീവ്രമായ കാലാവസ്ഥ ഇതൊക്കെയായിരുന്നു. അപ്പൊ ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യർ, ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചിട്ട് പുറപ്പെട്ട മനുഷ്യർ എന്നാലും ചെറിയ കുടുംബങ്ങൾ ആയിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് പോയത്. അവരൊക്കെ ഒരേ നിരക്കാരാണ്. ആഫ്രിക്ക കോട്ടിയിലേക്കാണ്. അപ്പോൾ കറുത്ത നിറം തന്നെയായിരുന്നു ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട ആദ്യ ആൾക്കാരുണ്ടായിരുന്നത്. പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്കും ചെല്ലുമ്പോൾ ഉള്ള UV റേസ്, അൾട്രാവയലറ്റ് രശ്മികൾ, അതിന് ഫലമായിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷൻ, അതാണ് നമ്മുടെ പിഗ്മെന്റേഷൻ, മെലാനിൻ.
എന്ന് വെച്ചാൽ അതാണ് കൂടുതൽ മെലാനിൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ കറുപ്പുണ്ടാവും, മെലാനിൻ കുറയുമ്പോൾ സ്കിൻ ലൈറ്റാണ്. അപ്പോൾ പലരുടെ സൈഡിൽ പലവട്ടം പോയിട്ടുണ്ട്. അവിടെ പലപ്പോഴും സൂര്യനെ കാണുന്നത് ഇവൻ സെൻറ്റിഫിക്കേഴ്സ് ലെനിൻഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വരെ സൂര്യനെ കാണാത്ത 1-2 ദിവസമുണ്ട് ഒരു വെളിച്ചം. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഈ എവല്യൂഷണറി പ്രോസസ്സിന്റെ ഭാഗമായി ജനറ്റിക് മ്യൂട്ടേഷൻ, റാൻഡം ജനറ്റിക് മ്യൂട്ടേഷന്റെ ഭാഗമായി പിന്നീടുള്ള ആ ജനറ്റിക് മ്യൂട്ടേഷനെ സുസ്ഥിരമാക്കാനുള്ള നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായി കളറുകളും ബ്ലാക്കിനും വൈറ്റിനും ഇടയിൽ തന്നെ അനേക ആഫ്രിക്കയിൽ തന്നെയാണ് ഏറ്റവും അധികം പറഞ്ഞു വരുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ കറുപ്പാണ് എന്ന് പറയുമ്പോൾ ഈ കറുപ്പിനുള്ളിൽ എത്രയോ തരം കറുപ്പുകൾ. ഓൾ ബ്ലാക്ക് ഇസ് നോട്ട് ബ്ലാക്ക്. ഇപ്പോൾ നിങ്ങൾ സൗത്ത് സുഡാൻ ഇപ്പോൾ കനത്ത യുദ്ധം അനുകരിക്കുകയാണ്, വംശഹത്യ നടക്കുകയാണ്. 1986 സുഡാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് മുതൽ തന്നെ അവിടെ ആഭ്യന്തര യുദ്ധം അരങ്ങേറിയിരുന്നു. ഈ ആഭ്യന്തര യുദ്ധത്തിൽ 2 ആഭ്യന്തര യുദ്ധങ്ങൾ 55 തുടങ്ങി 73 വരെ ആദ്യത്തെ ആഭ്യന്തര യുദ്ധം, പിന്നെ ആരിസ് സ്വഭാവ ഉടമ്പടി, പിന്നെ 83 മുതൽ 2004 വരെ നിലനിൽക്കുന്ന മറ്റൊരു ആഭ്യന്തര യുദ്ധം, രാഷ്ട്ര വംശഹത്യ, 2011 സുഡാൻ 2 പിളർന്നു, സൗത്ത് സുഡാൻ സ്വാതന്ത്ര്യം നേടുന്നു. ഇപ്പം സുഡാനിലാണ് ആഭ്യന്തര യുദ്ധം. സുഡാനിൽ ദാസർ മേഖലയിൽ കൊണ്ടുവരപ്പെടുന്നത് ആഫ്രിക്കൻസ് തന്നെയാണ്, മുസ്ലിംസ് തന്നെയാണ്. ധറാക്ക മുസ്ലിംസ് എന്ന വിഭാഗമുള്ള അറബ് ഗോത്രാഭിമാനമുള്ള മുസ്ലിം വിഭാഗമാണ് ഫർ, മസാലിക്, സഖാവ തുടങ്ങിയ ആഫ്രിക്കൻ ട്രൈബ്സിന് അവർ മുസ്ലിമാണ് കൊണ്ടുവരുന്നത്. ഇത് മതത്തിന്റെ പേരിലല്ല കൊണ്ട. ദാഫർ എന്ന് പറഞ്ഞാൽ ദാറുസലാം, ഭവനം. ഫർ എന്ന് പറഞ്ഞാൽ അവരുടെ ഫർ ആദിവാസി ആഫ്രിക്കൻ ഗോത്രമാണ്. അവർ പിൽക്കാലത്ത് ഇവരൊക്കെ മുസ്ലിങ്ങളാണ് മാറി. ദാഫറാണ് ഏറ്റവും അധികം സമ്പത്തും വിഭവങ്ങളും സ്വർണവും എണ്ണയും ഒക്കെയുള്ള സ്ഥലം. അവരുടെ കുടിയൊഴിപ്പിക്കുക എന്നതാണ്. അവരെ പുറന്തള്ളുക, മതം അല്ല ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. കളറുകൊണ്ടില്ല, അവരെ സ്ലേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കളറിന്റെ ഒരു കാര്യം പാർട്ടിക്ക് ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യയിലെ കീഴ്ജാതികൾ ഇവിടുത്തെ മേൽജാതികൾ തമ്മിൽ കളർ വ്യത്യാസം നോക്കിയാൽ നോർത്ത് ഇന്ത്യയിലെ കീഴ്ജാതികൾക്ക് കുറച്ചുകൂടി ലാസ്റ്റിംഗാണ്. ഇവിടുത്തെ മേൽജാതികൾ എന്ന് പറയുന്ന ആളുകൾ കാലകാലത്തുമായിട്ട് ഇവരുടെ വസ്തുത സാമൂഹിക കാണാൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്ര കറുത്ത നിറമുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇന്നലെ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവരുടെ വസ്തുത പറഞ്ഞു. അതേസമയം നടക്കപ്പോഴോ നമുക്ക് ചെയ്യാനൊന്നുമില്ല. കറുപ്പ് കൂടുന്നതോടും ബഹുമാനില്ല ഇവിടെ കറുപ്പിൽ കൂടും എന്ന് മാത്രം ഉപയോഗിക്കുന്നു. അപ്പൊ കറുപ്പിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു ഇതല്ല. അലാസ്കയിലെ ജനങ്ങൾ വെള്ളക്കാരാണ്. എന്നാൽ അവരുടെ മഴ ശരിക്കുള്ള മഴയാണെന്ന് വെച്ചാൽ സൈബീരിയയിൽ നിന്നാണ് അലാസ്കയിലേക്ക് പോകുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് റഷ്യ അലാസ്ക റെയിൽവേ കുടിക്കുന്നത്. അപ്പൊ അലാസ്കയിലേക്ക് പോയ ആളുകൾ അലാസ്കയിലെ സമ്മറിന് മൊത്തം വെയിലൂടെ 95% സ്നോയും ഈ യൂറിയ റിഫ്ലക്ട് ചെയ്യും. അലാസ്കയിലെ ജനങ്ങൾ കുറച്ചും കൂടി ടാങ്കാണ്. വെള്ളയിൽ തന്നെ പലതരം വെള്ളങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കടന്ന വിഷയത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ കാലത്തെ പറ്റി ലോകപ്രസിദ്ധ ഇതിഹാസ തുല്യ താരമായിരുന്ന മുഹമ്മദ് അലിയുടെ ഒരു ഇത് അദ്ദേഹത്തിന്റെ അമ്മയോട് കുറെ കൺഫ്യൂസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. മദർ, why is everything white? Why is Jesus white with blonde hair and blue eyes? Why is the Lord's Supper all white men? Angels, Pope, Mary are all white. Why Tarzan being the king of the jungle of Africa is white? Why Miss America, Miss World, Miss Universe were always white? Why everything bad was black? Bad luck was black. Why black cat only brought black luck? Why everything is called black May rather than white May?
അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇത് നേരത്തെ ഇന്ത്യൻ ഭാഷ സൂചിച്ച ആ രണ്ട് പുസ്തകങ്ങളും ഒന്ന് പഴഞ്ചൊല്ലിൽ 11 സാറും അനിൽ ചേരൻ എഴുതിയ പുസ്തകമാണ്. അതിന്റെ തന്നെ കുറച്ചുകൂടി 1992 ചിന്തയിൽ ഡോക്ടർ വിളിച്ചാൽ പൊക്കാകുമോ എന്ന ലോകഗംഭീരമായ ലേഖനം പ്രസിദ്ധീകരിച്ചത്. അതിന്റെ വിപുലീകൃതമായിട്ടുള്ള പുസ്തക രൂപമാണ് 1999 ചിന്ത പ്രസിദ്ധീകരിച്ചതും പിന്നീട് പല എഡിഷൻ ഇറക്കിയതുമായ നമുക്കിന്റെ സൗകര്യം. അതിലേക്ക് അത് വായിക്കുക തന്നെ വേണം. അതിന്റെ ഉജ്ജ്വലത ബോധ്യപ്പെടാൻ ഡോക്ടർ വിളിച്ചാൽ പൊക്കാകുമോ എന്ന ചോദ്യത്തിൽ വാസ്തവത്തിൽ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം നോക്കാറില്ല എന്ന ഉത്തരവാണ്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ ചോദ്യത്തിന് റോബർട്ട് മുഗാബെ അദ്ദേഹം നൽകിയതല്ല, ഈ ലേഖകൻ പറയുന്ന മുഗാബെ മുഹമ്മദിന്റെ ചോദ്യത്തിന് അമ്മ എന്ന് ഉത്തരം നൽകിയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. റോബർട്ട് മുഗാബെ മുൻ സിംബാബ്വെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ കോൺടെക്സ്റ്റിലല്ല, racism will never end as long as white colors are using black eyes. What's the human side of it? If people still use black to symbolize bad luck and white for peace, if people still wear white clothes at weddings and black clothes at funerals, as long as those who don't pay their bills are blacklisted and not whitelisted. But I don't care as long as I am using the white toilet paper to wipe my black ass. അപ്പോൾ അതിന് ഇനി പിന്നിപ്പോൾ ചോദിച്ചാൽ ഈ കളറിസം എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്ട്. ഞാൻ ഇങ്ങനെ ജനിച്ചതല്ല. ഇത് കഴിഞ്ഞ 70,000 കൊല്ലത്തെ എവല്യൂഷണറി കോംപ്രമൈസാണ്. ഓരോ സ്ഥലത്തും ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എവല്യൂഷണറി കോംപ്രമൈസ്. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ കളർ സംസ്ഥാന യൂറിയ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള അധികം മോഹമാണ്. അപ്പോ അതിനുവേണ്ടി എവല്യൂഷണറി പ്രോസസ്സിന് കോംപ്രമൈസ് കാണുന്നതാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത്രമാത്രം കളേഴ്സ് ഉണ്ടായി എന്ന് തോന്നുന്ന പ്രശ്നമാണ്. ഇന്ത്യയിലൂടെ കേരളത്തിൽ പല കളേഴ്സ് അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 മൈഗ്രേഷൻസ് ആണ്. ഒന്ന് ആദ്യത്തെ ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ 60,000 ഫസ്റ്റ് ഇന്ത്യ. പിന്നെ ഉണ്ടാവുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള ഒരു മൈഗ്രേഷൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ്. അത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വരുന്നു. അവരാണ് നമുക്ക് ആ ലാംഗ്വേജ്. പിന്നെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മൈഗ്രേഷൻ ആര്യ ഭാഷ സംസാരിക്കുന്ന യുറേഷ്യൻ സ്റ്റെപ്പി മൈഗ്രേഷൻ. ഈ 3 മൈഗ്രേഷന് ശേഷം കുറെ ഇന്ന് വരുന്ന സത്രികൻ ഭരണാധികാരികൾ, അതുപോലെ മുഗൾ ഭരണാധികാരികൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 മൈഗ്രേഷൻ സാധ്യതയുള്ള മൈഗ്രേഷൻസ്. അപ്പോ അത് ഇവരൊക്കെ കൂടിക്കലാണ്. പിന്നെ മുഗൾ അല്ലെങ്കിൽ റഷ്യൻ കുറച്ചും കൂടി ഫാസ്റ്റിലാണ് ഇവരൊക്കെ. ഇപ്പോൾ ഈ ആദ്യകാലത്തെ ഉപയോഗത്തിന് എത്രമാത്രം ലോൺ ബേഴ്സാണുള്ളത്. റവന്യൂ ലോൺ ബേഴ്സ് കൃഷിയുമായി ബന്ധപ്പെട്ട അതിന് കൃഷി കാര്യങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു ഗ്രാമീണ സംഘടനത്തിൽ നിന്ന് വാസ്തവത്തിൽ പലതരം പഠനങ്ങളും ജനപ്രിയതകളും ഒക്കെ ഇവിടെയാണ്. ഇവിടെ മലബാർ കോസ്റ്റിലാണെങ്കിൽ അറബികൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ മാത്രമായി കാണുന്ന പല ആഫ്രിക്കയിൽ നിന്നും ജനങ്ങളിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെയുള്ള അറബികൾ തീരപ്രദേശങ്ങളിൽ ആ രീതിയിൽ അത് കുറെ വിശദീകരിക്കുകയാണ്. അപ്പോ ഈ ചോദ്യത്തിലേക്ക് ഒന്നാമത് ഗ്രാംഷ്യൻ പരികല്പന, ഐഡിയോളജിക്കൽ ഹിജിമൺ, പ്രത്യയശാസ്ത്രപരമായ നിർണായകത്വം അല്ലെങ്കിൽ അധികാര ആധിപത്യം നിർണായകത്വം എന്ന് പറയാൻ ഈ കാര്യം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരും മാർക്സിസ്റ്റ് ദൈക്ഷണികരും വേണ്ടത്ര അഭിസംബോധന ചെയ്തിട്ടില്ല എന്ന പരാതിക്ക് പതിറ്റാണ്ടുകൾ പറഞ്ഞു. ആ പരാതിയിൽ കാരണമുണ്ട്. ഇവിടെ CPIM ദേശീയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പോലും
മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അനുസരിക്കുകയാണ്. അപ്പം പ്രശാന്ത് പോലും ക്ലാസ്സായിട്ടാണ് അംഗീകരിച്ചത്. അതായത് ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ ക്ലാസ് സിസ്റ്റം ആരംഭിക്കുന്നതിന്റെ അതായത് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെ പറയുന്നത് ഈ ക്ലാസും തമ്മിൽ ഈ ക്ലാസിനെ മുൻനിർത്തി സംസാരിക്കുന്നവരും ക്ലാസിനെ മുൻനിർത്തി സംസാരിക്കുന്നവരും തമ്മിലുള്ള വലിയ വ്യത്യാസമായിട്ടുള്ള ഒരു സമീപനമാണ് ഇന്ത്യയിൽ ഒരു സാമൂഹിക യഥാർത്ഥത്തിലുള്ള ഒരു ജനകീയ സാമൂഹിക വിപ്ലവം നടത്താറുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിന് വലിയ പ്രാമുഖ്യം നൽകുകയും എന്നാൽ ക്ലാസിന് ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിന്റെ ആനുകൂലമായ ഏത് സ്ഥാനത്തുള്ള ക്ലാസിനെ വേണ്ട അഭിസംബോധന ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാർഗം. മറ്റൊന്ന് ക്ലാസിന് മാത്രം അമിത പ്രാധാന്യം നൽകുകയും എന്നാൽ ക്ലാസിന് അപ്പൊ ഈ രണ്ട് മൂവ്മെന്റും തമ്മിൽ അകന്നു പോയതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഏറ്റവും ഒരു ആഘാതം. അതുകൊണ്ട് ഈ രണ്ട് മൂവ്മെന്റും ഇന്ത്യയിൽ വളരെയധികം വാക്കുവൽക്കരിക്കപ്പെട്ടതുപോലും അദ്ദേഹം പൂർത്തിയായി പറയുന്നു. ഈ സാധുവായ പുസ്തകത്തിൽ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പഠന മേഖല കേരളത്തിൻ്റെ പ്രാചീന മധ്യകാല ചരിത്രത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയുക കറുത്ത മനുഷ്യരുടെ, കേരളത്തിലെ കറുത്ത മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ചാണ്, പ്രാചീന മധ്യകാല ചരിത്രത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, കറുത്ത മനുഷ്യരായി നമ്മൾ കണക്കാക്കുന്നത് പൊതുമണ്ഡലത്തിൽ വ്യവഹരിക്കപ്പെടുന്നത് കീഴാളരാണ്, അടിയാളരാണ്, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളാണ്. ഈ ജനതയുടെ ചരിത്രം, പ്രാചീന മധ്യകാല ചരിത്രം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. സമ്പൂർണമായ സാമൂഹിക ചരിത്രം കേരളത്തിൽ ഇതുവരെയും നിർമ്മിച്ചിട്ടില്ല. എഴുതിയ ചരിത്രങ്ങൾ ബ്രാഹ്മണിക്കലായ അല്ലെങ്കിൽ മേലാളന്റെ ചരിത്രമാണ്. ആ ചരിത്രം തന്നെ എത്രത്തോളം വസ്തുനിഷ്ഠമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട് എന്നെ പോലെയുള്ള പുതിയ ഗവേഷകർക്ക്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ നടത്തിയിട്ടുള്ള ചില പഠനങ്ങളുടെ ഭാഗമായി എനിക്ക് ഉണ്ടായിട്ടുള്ള ചില ആലോചനകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ടോ ഫൈൻഡിങ്സ് ആയിട്ടോ കാണേണ്ട കാര്യമില്ല. അപ്പോ കറുത്ത മനുഷ്യരാരാണ് കേരളത്തിലെ, ഇന്ത്യയിലെ എന്നൊക്കെയുള്ള ആലോചന തുടങ്ങുന്നത് തീർച്ചയായിട്ടും കൊളോണിയൽ കാലത്താണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ആരാണ് കറുത്തവര്, ആരാണ് വെളുത്തവര് അന്വേഷിച്ചു. അവരന്വേഷിച്ചപ്പോൾ യൂറോപ്യന്മാരുടെ സായിപ്പന്മാരുടെ ബന്ധുക്കളായ ബ്രാഹ്മണരുണ്ട്. അതാണ് ശുദ്ധരക്തം വഹിക്കുന്ന ആര്യബ്രാഹ്മണര്. അവര് ഫെയറാണ്, അവര് യൂറോപ്യൻ ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ആളുകളാണ്, അവര് സംസ്കൃതം സംസാരിക്കുന്നവരാണ്, അവര് ഉത്തരേന്ത്യക്കാരാണ്. ഇതല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അവർ പ്രാകൃതരാണ്, കറുത്തവരാണ്, ചുരുണ്ട മുടിയുള്ളവരാണ്, പൊക്കം കുറഞ്ഞവരാണ്. അങ്ങനെ കുറെ റേഷ്യൽ നാരേറ്റീവ്സ്. ഇത് റേഷ്യൽ ആന്ത്രോളജിക്കൽ തിയറി ആയിരുന്നു. പിന്നീട് ഇത് ആദ്യം വരുന്നത് ലിറ്ററേച്ചറിലാണ്, പിന്നെ ഇത് റേഷ്യൽ കൺക്ലൂഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉത്തരേന്ത്യക്കാര് സായിപ്പന്മാരുടെ ബന്ധുജനങ്ങളായ ശുദ്ധരക്തം വഹിക്കുന്ന ആര്യന്മാരായ സംസ്കൃതം സംസാരിക്കുന്ന സംസ്കാരമുള്ള സീനിയറായിട്ടുള്ള ബ്രാഹ്മണരും ദക്ഷിണേന്ത്യയിൽ പ്രാകൃത ജീവിതം നയിക്കുന്ന പെരുക്കി തിന്നുന്ന
ഗോത്രജീവികളായിട്ടുള്ള കറുത്തവര്, അവരെ വേണ്ടിയിട്ട് വിളിക്കുന്നത് ദ്രാവിഡന്മാർ എന്നാണ്. ഇതാണ് ആര്യൻ ദ്രവിഡിയൻ തിയറി. ഇത് വില്യം ജോൺസ് തുടങ്ങുന്നു. പിന്നീട് ഭാഷാ പഠനങ്ങളിൽ, സാഹിത്യ പഠനങ്ങളിൽ, ചരിത്ര പഠനങ്ങളിൽ, റിലീജിയസ് ആയിട്ടുള്ള പഠനങ്ങളിൽ, സകലത്തിൽ ഈ ആര്യൻ ദ്രവിഡിയൻ തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഇന്ത്യയിലെ പഠനങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഈ റേഷ്യൽ ആന്ത്രോപോളജിക്കൽ നറേഷന്റെ തുടർച്ചയാണ് ഇപ്പോഴും നമ്മൾ തിരയുന്ന കറുത്ത വെളുത്ത മനുഷ്യർ. അപ്പൊ കൊളോണിയൽ നിർമ്മിതി അല്ലാതെ ഇതിന് എന്തെങ്കിലും ആര്യന്മാർക്ക്, ദ്രാവിഡന്മാർക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റഫറൻസസ്, പരാമർശങ്ങൾ നമ്മളുടെ ചരിത്ര പ്രമാണങ്ങളിലില്ലേ എന്ന ചോദ്യം വളരെ വ്യാപകമായി ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പുരാണങ്ങള്, സംസ്കൃത നാടകങ്ങള്, ഇതിഹാസങ്ങള്, അർത്ഥശാസ്ത്രം, അതുപോലെയുള്ള സംഘകാല കൃതികൾ, അകനാമൂർ, പുറനാമൂർ, നற்றிണை, ചിലപ്പതികാരം, ബുദ്ധഘോഷിന്റെ പത്രങ്ങള്, മഹാവംശം പോലുള്ള ശ്രീലങ്കയിലെ കൃതികള്, നാട്യശാസ്ത്രം, ചിലപ്പതികാരം, മണിമേഖല തുടങ്ങി ലീലാതിലകം വരെ റഫറൻസ് മുതൽക്ക് 14-15 നൂറ്റാണ്ടിലെ കേരളത്തിലെ മണിപ്രവാള കാവ്യമായ ലീലാതിലകം വരെയും നമ്മൾക്ക് കറുത്ത വെളുത്ത മനുഷ്യരുടെ പരാമർശങ്ങൾ ചരിത്ര പ്രമാണങ്ങളിൽ കേരളത്തിൽ കിട്ടുന്നുണ്ട്. പലപ്പോഴും ദ്രാവിഡന്മാരും ആര്യന്മാരും തമ്മിലുള്ള സംഘർഷത്തെ കുറിച്ച് നമ്മൾക്ക് സംഘകാല കൃതികളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കറുത്ത ദ്രാവിഡന്മാര് മ്ലേച്ഛന്മാരാണ്, സംസ്കാരമില്ലാത്തവരാണ് എന്നുള്ള ബ്രാഹ്മണികളായിട്ടുള്ള റഫറൻസസ് നമുക്ക് ബുദ്ധ കാവ്യങ്ങളിൽ വരെ ലഭ്യമാണ്. പക്ഷേ എംപിരിക്കലായ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലിറ്ററേച്ചറിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള റഫറൻസുകളാണ്. എംപിരിക്കലായിട്ടുള്ള, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള റഫറൻസുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ കേരളത്തെ കുറിച്ച്, കേരള ജനതയെ കുറിച്ച് നമുക്കറിയാവുന്ന ഏറ്റവും പഴയ ചരിത്ര പ്രമാണം എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മി സ്ക്രിപ്റ്റാണ്. തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങള് ഹൈബ്രിഡ് സ്ക്രിപ്റ്റാണ്. കലർപ്പുകളുടെ ചരിത്രമാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ കൾച്ചറിൽ നിന്ന്, പുരാവസ്തു തെളിവുകളിൽ നിന്ന്, ആർക്കിടെക്ചറൽ റിമൈൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കലർപ്പുകൾ എങ്ങനെയുള്ള കലർപ്പുകളാണ്? തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഭാഷ നമ്മൾക്ക് തദ്ദേശീയതയുണ്ട്. തദ്ദേശീയത തീർച്ചയായിട്ടും ഉണ്ട്. തമിഴ് ഭാഷയുണ്ട്. ഇവിടെ കച്ചവടക്കാർ വന്നിട്ടുണ്ട്. ഗ്രീക്കിൽ നിന്നുള്ള കച്ചവടക്കാർ വന്നിട്ടുണ്ട്. റോമിൽ നിന്നുള്ള കച്ചവടക്കാർ വന്നിട്ടുണ്ട്. ചൈനയിൽ നിന്നുള്ള കച്ചവടക്കാർ വന്നിട്ടുണ്ട്. വെസ്റ്റ് ഏഷ്യൻസ് ഉണ്ട്, അറബ്സ് ഉണ്ട്. കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷുകാരെ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ വരെ ആ പ്രാചീന കാലം മുതൽക്ക്, മെഗസ്തനീസിന്റെ കാലം മുതൽക്ക് ബ്രിട്ടീഷ് പീരീഡ് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ട്രേഡേഴ്സ്, വിദേശികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ പല പ്രദേശങ്ങളിലേക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോ വിദേശീയരും തദ്ദേശീയരും തമ്മിൽ ഉണ്ടായിട്ടുള്ള സമ്പർക്കത്തിലൂടെ എന്ത് നിറമാണോ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ആ രൂപമാണ് നമ്മളെ മലയാളികൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ തമിഴ് ബ്രാഹ്മി എന്ന് പറയുന്നത് ഫോണീഷ്യൻ സ്ക്രിപ്റ്റും തമിഴ് കലർന്നിട്ടുള്ള ഭാഷയാണ്. ഇറ്റ്സ് എ ഹൈബ്രിഡ് ലാംഗ്വേജ്. സ്ക്രിപ്റ്റും ഹൈബ്രിഡാണ്. പിന്നീട് കിട്ടുന്ന സംഘകാല കൃതികളിലെല്ലാം ഈ 12 കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ട്. നാനാദേശികൾ തീരപ്രദേശങ്ങളിൽ മണിമാളിക കെട്ടി താമസിക്കുന്നു എന്നാണ് ചില പരിഹാരത്തിൽ നിന്നും മണിമേഖലയിൽ നിന്നും കാണുന്നത്. ഇവരൊന്നും സ്ത്രീകളെ കൊണ്ടുവരുന്നില്ല. 6 മാസം ഇവിടെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഈ കച്ചവടത്തിന്റെ കാലത്ത് മുഴുവനും വരുന്ന പുരുഷന്മാര് കേരളത്തിലെ സ്ത്രീകളോടൊപ്പമാണ് ജീവിച്ചിട്ടുള്ളത്. ചൈനക്കാര്, ഗ്രീക്കുകാര്, റോമക്കാര് ഇവരൊക്കെ കേരളത്തിൽ ജീവിക്കുകയായിരുന്നു. ഈ നിറങ്ങളൊക്കെ നമ്മളുടെ മുഖങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ശുദ്ധമായ ഒരു കറുപ്പും ശുദ്ധമായ ഒരു വെളുപ്പും നമുക്ക് ശരിക്കും ചരിത്രത്തിൽ മെറ്റീരിയൽ കൾച്ചറിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. മെഗാലിറ്റിക് സൈറ്റിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്ക് പരിശോധിച്ചാൽ കച്ചവട പാരമ്പര്യത്തിന്റെ ചരിത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള കച്ചവടമാണ്? പാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പാത്രങ്ങളുണ്ട്, ബ്ലാക്ക് ആൻഡ് റെഡ്. അത്
ഉത്തരേന്ത്യയുമായിട്ടും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ആകമാനമുള്ള നെറ്റ്വർക്കാണ് ഈ സമയത്ത് സജീവമായിട്ടുള്ളത്. അപ്പോൾ അത്രയേറെ ആളുകളുണ്ടാകുമ്പോൾ റിലീജിയൻ പോകുന്നു, ട്രേഡ് പോകുന്നു, അവരിവിടെ വരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ അവിടെ മുസ്ലിം സ്റ്റാറ്റസ് കേരളത്തിൽ നിന്നുള്ള കച്ചവടക്കാര് ഗ്രീക്കുകാരുമായി നടത്തിയിട്ടുള്ള കച്ചവടത്തിന്റെ എഗ്രിമെന്റാണ്. 3rd സെഞ്ചുറിയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കിട്ടുന്ന എക്സ്പ്രഷനിൽ നിന്ന് മെറ്റീരിയൽസ് തമിഴിലാണ് സ്വിച്ചാണ്. അതുപോലെ കാർന്ന നമ്മുടെ ഇവിടെ കണ്ണൻ ചത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 കച്ചവടക്കാരെ കച്ചവടം നടത്തിയതാണ് ഈ രേഖ. അപ്പോ പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ് പിൽക്കാലത്തെ ട്രിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കാണുന്നത്. ചിലപ്പതികാരം മണിമേഖല അതേ കാലഘട്ടത്തിലാണ് NGS ആ കാലത്തിൽ കാണുന്നത്. അത് തന്നെയാണ് മണിപ്പുറോളം പീരീഡിൽ കാണുന്നത്, കൊളോണിയൽ പീരീഡിൽ അത് തന്നെയാണ് കാണുന്നത്. അപ്പോ തുടർച്ചയായിട്ടുള്ള ട്രേഡ് ട്രാൻസാക്ഷന്റെ നെറ്റ്വർക്കിന്റെ സമ്പർക്കത്തിന്റെ നിറമാണ് കേരളത്തിലുള്ളത്. അത് കാലാപ്പുകളുടെ നിറമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ പെട്ടെന്ന് ചോദിക്കുന്നു. നമുക്ക് ആകെ കുറച്ച് സമയമാണുള്ളത്. അതായത് 1-2 മിനിറ്റ് ഉത്തരം പറയാൻ ആഗ്രഹിക്കും. നമ്മളത് കാർപ്പതാണ് സൂചിപ്പിച്ചത് ഒരു മാർഗദർശന സെക്ഷനാണ് മുന്നിൽ. അതുകൊണ്ട് ഇന്ത്യയിൽ പോകുന്നത് ഏതൊരു ഇന്ത്യയിൽ പോകുന്നത് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. കേരളത്തിൽ വളരെ സജീവമായി ഉൾക്കാനുള്ള ഏതൊരു മതത്തിൽ നമുക്ക് കിട്ടുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഐക്യജാതിക്കാരെ കാണുന്നു, ദീർഘക്രിസ്ത്യാനികളെ കാണുന്നു, ഒസാൻ സമുദായത്തെ കാണാം. അതുപോലെ തന്നെ രാഷ്ട്രീയ കമ്മിറ്റി പരിശോധിക്കും. അതൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ കമ്മിറ്റി പരിശോധിക്കില്ല. അപ്പോൾ പണ്ട് ഹരിജൻ കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു മോർച്ചകളുള്ള കാര്യങ്ങളും ഇപ്പോൾ DKS പോകുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം മതത്തിലും രാഷ്ട്രീയത്തിലല്ല ഒരേപോലെ ഈ നിറത്തിനെ ഒരു കാറ്റഗറി മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് എന്താണ് ഒരു പുരോഗതി എന്നുള്ള ഒരു നിരീക്ഷണം മാറ്റി പങ്കുവയ്ക്കുന്നത്? നമ്മുടെ അത്യുൽപാദന വ്യവസ്ഥയാണ് സത്യത്തിൽ ലോകത്തെക്കുറിച്ചുള്ള ഉത്കർഷ വളർച്ച ബോധങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ വ്യക്തമാക്കിയ പോലെ ആശയാധികാര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രാചീന കാലത്ത് ആഫ്രിക്ക നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അവരുടെ സൗന്ദര്യ സങ്കല്പം, ആ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് അവരെ കണ്ടെത്തും. അവരെ കാണാൻ എളുപ്പമല്ല. പക്ഷേ ആശയാധികാര വ്യവസ്ഥ തീവ്രമല്ലാതെ എന്നൊരു കാലത്ത് അവരവരെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ശരീരത്തിൽ പല്ല് മാത്രമേ വെളുത്തിട്ടുള്ളൂ. അപ്പോൾ അവർ ചെയ്തത് പല്ല് കൂടി കളപ്പിച്ചുകൊണ്ട് കറുകറുത്ത ഒരു സൗന്ദര്യം സൃഷ്ടിക്കുകയാണ്. പക്ഷേ എത്രയോ കാലം കഴിഞ്ഞിട്ടും സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വെളുപ്പിന്റെ നേർവസ്ഥ തകർക്കപ്പെട്ടിട്ടില്ല. യവത്തുഷങ്കോ എന്നൊരു സോവിയറ്റ് കവി മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എഴുതിയൊരു കവിതയിൽ ഇദ്ദേഹത്തിന്റെ ശരീരം തകർത്തിട്ടാണെങ്കിലും മനസ്സ് കൊടുത്തിട്ടാണ്, ആത്മാവ് കൊടുത്തിട്ടാണ്, പന്നിപ്പൂ പോലെ കൊടുത്ത ആത്മാവ് എന്നൊക്കെ എഴുതുകയാണ്. എന്നാൽ ക്യൂബൻ കവി നിക്കോളാസ് ഗിയ എന്ത് നിറം എന്ന കവിതയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ട് കറുത്ത ശരീരമുള്ള ഒരു പാതിരിക്ക് അതിനേക്കാൾ കറുത്ത ഒരു ആത്മാവുണ്ടായിക്കൂടാ? ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഭാവനയിൽ ഇത് ആദ്യത്തിൽ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. നുഴഞ്ഞു കറങ്ങിയിട്ടുണ്ട്, ഇടിച്ചു കറങ്ങിയിട്ടുണ്ട്, ഒളിച്ചു കളഞ്ഞിട്ടുണ്ട്, നിറത്തിൽ കളഞ്ഞിട്ടുണ്ട്. മാനവ വെളുത്തില്ല, പിശാച് ഒരു സംശയമില്ല കളത്തിലാണ്. ഈ അതൊന്നും വേണ്ട. പേപ്പറുടെ ബസ്സിൽ പേഴ്സ് കാണാതായ സംശയത്തിന്റെ കണ്ണുകൾ ആദ്യം കണ്ണുചെല്ലുന്നത് കറുത്ത മനുഷ്യരുടെ നേരെയാണ്. അവർ ദുഷിതരാണെങ്കിൽ ഒക്കെ നേരെ അമേരിക്കൻ ആക്സന്റിൽ ഇംഗ്ലീഷ് പറയുന്ന ഒരു കാര്യമൊക്കെ കിട്ടിയ വെളുപ്പിച്ച് പറയാൻ അയാൾക്ക് ദിവസം ഓർപ്പിച്ചിട്ടുണ്ടാവുക, എന്നാലും അയാൾ സംശയിക്കപ്പെടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഞാൻ ഇന്ന് കാണുന്നത് നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ എങ്ങനെയാണ്
വഞ്ചന വെട്ടിപ്പിടുത്തം ഒക്കെ നടത്തിയല്ലോ ചരിത്രപരമായ കാരണങ്ങളാണ്. ഇത് വളരെ വിശദീകരിക്കേണ്ട ആണ്. പക്ഷേ ഇവിടെ മറ്റു സുഹൃത്തുക്കൾ ഞാൻ പരമാവധി സാക്ഷ്യക്കാരെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാണ് എഴുതിയത് എന്നുള്ളതുകൊണ്ട് പലരും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോ ശിലാസുകൾ പറഞ്ഞു, ശിലാസ് വഹിച്ചിട്ടുണ്ട്. ഇവിടെ ഷിജു ഇരിക്കുന്നുണ്ട്, ഷിജു എലിയാസുണ്ട്. ഇവരുടെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല. ഇത് മലയാളത്തിലായതുകൊണ്ട് ഇപ്പൊ പലരുടെയും ധാരണ ഈ ഇംഗ്ലീഷിലെ പുസ്തകങ്ങളിലൊക്കെയാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. അല്ല, നമ്മുടെ സാഹിത്യ സൃഷ്ടികളൊക്കെ ഈ ഒരു സംഘർഷം കടന്നുപോയിട്ടുണ്ട്. ഇന്ത്യയിൽ ആഭ്യന്തര കൊളോണിയലിസവും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസവും ഒക്കെ സന്ധി ചെയ്ത ഒരു സ്ഥലമുണ്ട്. ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ 5-6 നൂറ്റാണ്ട് കേരളത്തിലാണ് തോന്നുന്നു. അതിൽ കൈ എന്ന് പറഞ്ഞാൽ തൊഴിലിനർത്ഥമുണ്ട്, കയ്യ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്കാണ് അർത്ഥം. പക്ഷേ അതിനെ ചാതു എന്ന് പറഞ്ഞാൽ എപ്രകാരമാണ് ചതച്ചത് എന്ന് വിളംബം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് പറയ നീച ദുഷ്ട കള്ള ഇവരൊക്കെയാണ്. അതായത് തൊഴിലെടുക്കുന്ന മനുഷ്യനെ അപഹസിക്കുക എന്നത് മേൽക്കോടുകളുടെ ഭാഗമാണ്. അതിൻ്റെ തന്നെ പശ്ചാത്തലത്തിലാണ് ഈ കറുപ്പ് വിരോധം. പിന്നെ അത് ഇൻഡസ്ട്രിയൊക്കെ ആയിട്ട്, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോഴും കറുത്ത മനുഷ്യർ നല്ല കരുത്തൊക്കെ കറുത്തതായി ഇരിക്കുന്നതിന് പകരം പലതരം വെള്ളപ്പൊടികൾ രാവിലെ വൈകുന്നേരമൊക്കെ തേച്ച് പിടിപ്പിച്ച് സ്വയം സമ്പത്താണെന്ന് നമ്മൾ തന്നെ പറയുന്നുണ്ട്. നമ്മളത് ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല, നമ്മുടെ രക്തത്തിൽ രക്തമായി മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സംശയിക്കുന്നത് എങ്ങനെയാണ്, എല്ലാ നിറങ്ങൾക്കും തുല്യനിലയിൽ നൃത്തമാടാൻ മാത്രം ക്രിസ്തുവാണ് നമ്മുടെ പ്രകൃതിയും ലോകമൊക്കെ. എന്നിട്ടും ഒരു നിറം മറ്റൊരു നിറത്തിന്റെ മുകളിൽ കയറി നൃത്തം വെക്കുന്നുണ്ടെങ്കിൽ അത് പലതരത്തിൽ പഠിക്കപ്പെടേണ്ടതുണ്ട്. അതിലൊന്ന് സാമ്പത്തിക പ്രശ്നത്തിന്റെ വർഗം എന്നുള്ളതാണ്. മറ്റൊന്ന് സാമൂഹ്യ വിവേചനത്തിന്റെ ജാതി, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതി, മറ്റ് രാഷ്ട്രങ്ങളുടെ പശ്ചാത്തലത്തിൽ വംശീയത. ഈ രീതി പഠിക്കപ്പെടേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഇപ്പൊ പോലും കേരളം അവിടെയാണ് നമ്മൾ ജനാധിപത്യ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലത്തിലും ഒരേപോലെ ഒരേ സമയത്ത് ജനാധിപത്യ ആശയം കൊടുക്കാത്തതില്ല. മലയാളി ജീവിതം തന്നെയാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ പത്രം എടുത്താൽ മതി, മാട്രിമോണിയൽ കോളങ്ങളൊക്കെ നോക്കിയാൽ മതി. ഈ മാട്രിമോണിയൽ കോളത്തിൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും വെളുത്ത് തുടുത്ത സുന്ദരികളും സുന്ദരന്മാരുമാണ്. പുരോഗമന സാഹിത്യമാണ് സത്യത്തില് ഈ കാര്യം. ചെറുകാടിന്റെ മുത്തശ്ശിയില് നാളിനിസ്തസ് പറയുന്നുണ്ട്, ഞാനത്ര സുന്ദരികളല്ല, കറുത്തിട്ടാണ്, ഒരു കോമ്പറ്റുണ്ട്. അതുകൊണ്ടെല്ലാം കുഴപ്പം. അങ്ങനെ നമ്മുടെ ഭാവുകത്വത്തിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്തിയ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെയും ഇടപെടില്ലാത്ത ഇടതുപക്ഷ ഇടപെടലിന്റെയും ഒക്കെ ഭാഗമായിട്ട് ചെറിയ രീതി അവിടെയാണ് ഞാൻ പറഞ്ഞ എല്ലാ നിറങ്ങൾക്കും ഒരു നിറം മുകളിലുമല്ല, വേറെ നിറം താഴെയുമല്ല. നമുക്കറിയാം തുല്യതയിൽ നൃത്തമാടാൻ കഴിയും. എന്നാൽ ഒരു വാചകം കൂട്ടിച്ചേർക്കാൻ വയ്യ. വെളുപ്പ് ഭീകരത നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവർക്ക് പറയാനുണ്ട് എന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. ഒരു മുഖലേഖനമുണ്ട്. അതിന് പറയാൻ ഇന്ത്യക്കാരാണ് ലോകത്തിലെ ഏറ്റവും വർണ്ണം പറയുന്ന സമൂഹം, ഇന്ത്യൻ സമൂഹമാണ്. ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ആഫ്രിക്കൻസ്, അമേരിക്കക്കാരും യൂറോപ്യൻസൊക്കെ നമ്മൾ ആഫ്രിക്കൻസ് നമ്മളെയൊക്കെ ബ്ലാക്കായിട്ട് കളറായിട്ടാണ്. ഇവിടെ ആഫ്രിക്കൻസ് വരുമ്പോൾ എന്തോ വിചിത്ര ജീവികളെ പോലെ
കാര്യ ഹിന്ദിക്കാരുടെ കാര്യമാണ്. സ്വയം ഇരുണ്ട ആൾക്കാരാണ് കാര്യമാണ്. അവര് ഈ സൂവിലെ വലിയ മൃഗങ്ങളിൽ പോകുന്നു. പലപ്പോഴും റിക്ഷയിൽ പോലും കുറിച്ചു നോക്കുന്നു. ചിലപ്പോൾ കല്ലുകളില്ല. പിന്നെ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം ഈ വെള്ളക്കളം ഉണ്ടാക്കുന്നു. ഏറ്റവും അധികം വിട്ട് കഴിയുന്നു രാജ്യത്ത്. എനിക്ക് അവസാനപ്പെടും ഇന്ത്യ നമ്മൾ ഒരു വരമ്പിലൂടെ വെളുപ്പ് അല്ല, എന്നാൽ അങ്ങനെയോട് കറുപ്പുമല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളുപ്പിച്ച് കളയാം. പണ്ടൊക്കെ ഫേഷ്യൽ വരുന്നത് ചെയ്യുന്നത് കുറച്ചൊക്കെ മതികളുടെ സ്ത്രീകളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ബാബർഷാപ്പിൽ പോയി അല്ലെങ്കിൽ ബ്യൂട്ടി സാലൺ ഏറ്റവും കൂടുതൽ ഫേഷ്യൽ ഇരുത്തപ്പെടുന്നത് ഇരിക്കുന്നത് ആളുകളാണ്, പെണ്ണുങ്ങളെ. ഞാൻ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ നന്നായി വെള്ളം പിടിക്കുക, അതുപോലെ 8 മണിക്കൂറെങ്കിൽ സ്ഥിരമായി തുടങ്ങുക, നിങ്ങളുടെ വീട്ടിലും പറമ്പിലുള്ള ഫ്രൂട്ട്സും അല്ലെങ്കിൽ കായികങ്ങൾ കഴിക്കുക, എല്ലാം തന്നെ കിട്ടും. ആ പേഷ്യന്റുകൾ പണം ഫ്രൂട്ട്സ് വാങ്ങി കഴിച്ചാൽ ഉള്ള കാര്യം ഉണ്ടാവും. അപ്പോ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എല്ലാം മുന്നിൽ വന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് ഫ്ലോയിഡ് അപ്പൊ ഇന്ത്യയിലാണ് ഫെയർ ആൻഡ് ലവ്ലി എന്നുള്ള ആർഗ്യുമെന്റാണ്. ഫെയർ ആൻഡ് ലവ്ലി തന്നെ വലിയ വംശീയത്തിൽ വർണ്ണമുണ്ട്. ഫെയർ ആൻഡ് ലവ്ലി അവരപ്പം തന്നെ മാർക്കറ്റാണ്, കമ്പോളമാണ്, ക്യാപിറ്റലിസമാണ്. അത് അപ്പോൾ തന്നെ പൾസ് മനസ്സിലാക്കി അവർ പരസ്യത്തിന്റെ ഫെയർ ആൻഡ് ലവ്ലി മാറ്റി ഗ്ലോ ആൻഡ് ലവ്ലി എന്നാണ്. അതുപോലെ ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു മൂവ്മെന്റ് ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ. അതിന് പിറ്റേ വർഷം ബോഗ് ഇന്ത്യയിലെ വിമൻ ടു ഡസ്റ്റിംഗ് ഫെമിനിൻ ഡസ്റ്റിംഗ് വിമൻ. അപ്പോ അതിൽ ഇനി സ്ഥലങ്ങളുടെ പുസ്തകത്തിൽ അതിനെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജാതി അനുഭവത്തില് ഇവിടുത്തെ ഒരൊറ്റ ജാതികളുടെ ചരിത്രകാരന്മാർ വേണ്ട ഒരു അംശബോധം ചെയ്ത തീർത്തും നമസ്കരിച്ചുമാണ് മാസം ചരിത്രകാരന്മാരാണ്. കാരണം ഈ തിരുവിതാംകൂറിൽ ഏതാണ്ട് 13 ലക്ഷം ജനസംഖ്യ ഉള്ളപ്പോൾ 1.25 ലക്ഷം അടിമജാതികളുണ്ട്. കൊച്ചിയിൽ ഏതാണ്ട് 10 ലക്ഷം ജനസംഖ്യ ഉള്ളപ്പോൾ 1 ലക്ഷത്തിലധികം അടിമജാതികളുണ്ട്. മലബാറുണ്ട്. ഈ അടിമജാതികളാണ് വാസ്തവത്തിൽ കാർഷിക സമൂഹത്തിനിടെ നട്ടനായി പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ പുസ്തകങ്ങളുണ്ട്. അത് 2 കാര്യങ്ങളാണ്. പ്രത്യക്ഷ രക്ഷാദേവസഭ പല സഭകളായിരിക്കുന്നത്. കാരണം പദവിയിൽപ്പെട്ട അദ്ദേഹം ജാതി വിവേചനത്തിൽ തുടർന്നാണ് മാതൃഭാഷയിലും നിലവിൽ ധനമിഷനിലേക്കും പിന്നീട് അവരെയൊക്കെ സർവ ക്രിസ്ത്യാനികളുടെ സീനിയർ കോളേജിൽ തന്നെ കുറെ കാലം ഈ ദളിതർക്ക് പ്രവേശനമുണ്ടായിരുന്നു. എന്നിട്ട് അവിടെയുള്ള ജാതി വിവേചനത്തിൽ മറന്നുകൊണ്ടാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ ഉണ്ടാകുന്നത്. ആ പ്രത്യക്ഷ രക്ഷാദേവസഭയിൽ 2 കാര്യങ്ങൾ. ഒന്ന്, സ്മൃതികളുടെ അടിമ ജീവിത കാലത്തെ സ്മൃതികളുടെ ഓർമ്മകളുടെ പുനരാവോഹനം. അത് 2 പഠിക്കോട്ടെ നിലനിൽക്കുന്ന ചടങ്ങുകളാണ്. അക്കാലത്തെ അടിമ ജീവിതത്തിന്റെ അതിരൂക്ഷത, അതിഭീകരത ഭയങ്കര